ഞങ്ങൾ ആ ഫാം സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനം എടുക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ പാൽ വ്യവസായം എന്ന് പറയുന്ന ഒരു ക്രൗഡ് കളക്റ്റഡ് മിൽക്കാണ്. അതായത് അതിൽ ഒരുപാട് അഡൾട്രേഷനുകളും അതേപോലെ തന്നെ ഒരുപാട് ഹൈജീനിക് പ്രശ്നങ്ങളുള്ള ഒരു പാലാണ് ക്രൗഡ് മിൽക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് അൽമറായി അൽറവാബി പോലെ തന്നെ നമ്മൾ സ്വന്തമായിട്ട് ഒരു 3000 പശുക്കൾ വെച്ചിട്ട് തുടങ്ങിക്കൂടെ എന്നുള്ളതാണ് ഞങ്ങൾ ചിന്തിക്കുകയും ആ ഫാമിൽ നിന്ന് കിട്ടുന്ന ഫാം ഫ്രഷ് മിൽക്ക് മാത്രം 100% ഹൈജീനിക് ആയിക്കൊണ്ട് തന്നെ നമ്മൾക്ക് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ആശയത്തിലാണ് ഞങ്ങൾ ഉറച്ചു നിന്നത്. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള പല പാൽ വ്യവസായ കമ്പനികളും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ പാല് കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് പ്രോസസ്സ് ചെയ്ത് പൗച്ചാക്കിയിട്ട് കൊടുക്കുന്നൊരു വ്യവസായമാണ് നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. നമ്മൾ ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ ജനങ്ങളാണ്. ആ ജനങ്ങളുടെ ആരോഗ്യമാണ് ഏറ്റവും രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമായ ഒരു ഘടകമാണ് പാലെന്ന് പറയുന്നത്. അത് എത്രത്തോളം ശുദ്ധിയായി ഫ്രഷായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ള വിഷയത്തിലാണ് ഞങ്ങളുടെ ശ്രദ്ധ ഊന്നിയത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്രയും വലിയ സംഖ്യ ചെലവഴിച്ചുകൊണ്ട് ഞങ്ങൾ ഗുണ്ടൽപേട്ടയിൽ കർണാടകയിൽ ഞങ്ങളൊരു വലിയൊരു ഫാം തുടങ്ങാൻ തീരുമാനിക്കുകയും ആ ഫാം തുടങ്ങാൻ ഇന്ന് ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല കമ്പനികൾ കൊണ്ട് തുടങ്ങണം എന്നുള്ള ആശയം ഞങ്ങൾ വരികയും അങ്ങനെ സ്വീഡൻ കമ്പനിയായ ഡിലാവിൽ എന്ന് പറയുന്ന കമ്പനിയെ അപ്രോച്ച് ചെയ്ത് അവരുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഏകദേശം 100 ഏക്കറിൽ 50 ഏക്കറോളം ഇൻഫ്ര ചെയ്ത് ഞങ്ങൾ ഒരു ഫാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അവകാശപ്പെടുന്നത് ഞങ്ങൾ 100% ഹൈജീനിക് എന്നുള്ളതാണ്. അതായത് എന്തുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അവകാശപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മിൽക്ക് പാർലറിൽ നിന്ന് പശുക്കൾ വന്ന് ആ പശുക്കളുടെ പാല് മെഷീൻ വഴി അതായത് മിൽക്ക് പാർലർ വഴി സക്ക് ചെയ്ത് നമ്മൾ BMCയിലേക്കാണ് ആ പാൽ എത്തുന്നത്. അവിടെ നിന്ന് നമ്മുടെ ടാങ്കറിലേക്ക് കയറ്റുകയും ആ ടാങ്കർ നമ്മളുടെ പ്ലാന്റിൽ എത്തുകയും പ്ലാന്റിൽ നിന്ന് ഓഫ്ലോഡ് ചെയ്ത് നമ്മുടെ പ്രോസസ്സിംഗ് പ്ലാന്റിലേക്കാണ് അത് പോകുന്നത്. അപ്പോൾ ഇവിടെ എവിടെയും ഒരു ഹ്യൂമൻ ടച്ച് എന്ന് പറയുന്നത് എവിടെയും വരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് 100% ഹൈജീനിക് എന്ന് പറയുന്നത്. അപ്പോൾ 100% ക്വാളിറ്റിയിൽ ഫ്രഷായിട്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റാവുന്ന ഒരു പ്രൊഡക്റ്റാണ് വൈറ്റ് മിൽക്ക് എന്ന് പറയുന്ന ഈ ഒരു പാൽ. കേരളത്തിലെ ജനങ്ങൾ നല്ല പ്രൊഡക്റ്റിനെ 2 കൈ നീട്ടി സ്വീകരിച്ച ചരിത്രമാണ് നമ്മൾ എപ്പോഴും കാണാറുള്ളത്. അതുപോലെ തന്നെ ഹെംസ് വിഞ്ചസ് എന്ന കമ്പനിയുടെ വൈറ്റ് മിൽക്ക് എന്ന് പറയുന്ന ഈ പാല് 100% ഈ ചരിത്രം ആവർത്തിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2 കൈ നീട്ടി സ്വീകരിച്ച് ഞങ്ങളുടെ ഈ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ പ്രോത്സാഹനം തന്ന് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.